ഇന്നത്തെ പുതിയ തലമുറയിൽ? അപ്പോ സർവകക്ഷി യോഗം കൂടി, സമാധാന യോഗം കൂടി, കണ്ണൂരിന്റെ മണ്ണിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്താ അവർ തീരുമാനിച്ചത്? എത്ര തന്നെ പ്രകോപനമുണ്ടായാലും വൈകാരികമായി പ്രതികരിക്കരുത്. എന്തിനാ പ്രകോപനം ഉണ്ടാക്കുന്നത്? എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും അപ്പൊ ഉണ്ടാക്കാനാ പിന്നെ യോഗം കൂടിയത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വരികൾക്കിടയിലെ കുരുട്ടുബുദ്ധി ശ്രദ്ധിച്ചോ നിങ്ങൾ? എല്ലാ പാർട്ടിക്കാരുടെയും എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും എന്തിനു പ്രകോപനം ഉണ്ടാക്കണം? ആർക്കു വേണ്ടി പ്രകോപനം ഉണ്ടാക്കണം? നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ണൂർ കഴിഞ്ഞ് ഈ വർഷം പിറന്നപ്പോ അല്ലേ, മാർച്ച് ആയിട്ടേ ഉള്ളൂ, 3 മാസം തികയുന്നേ ഉള്ളൂ, 9 എണ്ണത്തിന് തട്ടി. കണ്ണൂർ മതമാണോ പ്രശ്നം? കണ്ണൂർ ഇസ്ലാമാണോ പ്രശ്നം? ആണോ? മതമാണോ കണ്ണൂർ പ്രശ്നം? അല്ല. 9 എണ്ണത്തിനെ കൊന്നുകളഞ്ഞു. എങ്ങനെ? പാടത്ത് നെൽക്കതിരുകൾ കൊഴുതെടുക്കുന്ന ലാഘവത്തോടെ ഇത്ര നീളമുള്ള ആയുധങ്ങൾ ഇരു പാർട്ടികൾക്കും ഈ ആയുധം എത്തിച്ചു കൊടുക്കുന്നവരാരാ? കാക്കിയിട്ട് നക്ഷത്രങ്ങൾ തോളിലേറ്റി ഈ രാജ്യത്തിന്റെ ഖജനാവും ഈ രാജ്യത്തിന്റെ ലോകഘടനയും വ്യവസ്ഥയും നീതി വ്യവസ്ഥയും കാത്തു സൂക്ഷിക്കേണ്ട നിയമപാലകന്മാരുടെ സപ്പോർട്ടോടെയല്ലാതെ ഏത് ജില്ലയിലും ഏത് സംസ്ഥാനത്തിലും സർവതന്ത്ര സ്വതന്ത്രമായി ആയുധങ്ങൾ കടത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് കൂറു പുലർത്താത്ത ഭരണാധികാരികൾ ജീവിക്കുന്ന രാജ്യത്ത് കഞ്ഞിമുക്കി കതിർ തേച്ച വെള്ള ഷർട്ടുകൾ ധരിച്ച് നീതിബോധം ഹൃദയാന്തരാളങ്ങളിൽ കടന്നുകൂടിയിട്ടില്ലാത്ത രാഷ്ട്രീയ നായകന്മാർ ഭരിക്കുന്ന പുതിയ ലോകഘടനയിൽ സമാധാനം ഉണ്ടാകുന്നു. ആരവിടെ മരിച്ചു വീണത്? ബിജെപിയുടെയോ CPM-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ സമുന്നത നേതാക്കന്മാരല്ല ഇവിടെ മരിച്ചു വീഴുന്നത്. പാറപ്പണിക്കാരനും കോറിപ്പണിക്കാരനും കൽവെട്ടുകാരനും മത്സ്യക്കച്ചവടക്കാരനും രാവും പകലും ഇരുതല മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ. അവന് വേണ്ടി വാദിക്കാൻ പാർട്ടി പ്രസ്ഥാനങ്ങളിലെ മേലാളന്മാർക്ക് ശൗര്യം പോരാ, അല്ലേ? അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മതം നന്മയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്ത് നന്മ, എന്ത് ഇസ്ലാമിന്റെ പൊതുരീതി. നമ്മളൊക്കെ ആലോചിക്കുക, സ്റ്റേജിലിരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം ആലോചിക്കുക. വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കുകയും വളരെ ഗൗരവമായി തന്നെ പഠിക്കുകയും ചെയ്യും. എന്താ അത്? ഞാൻ എന്ന വ്യക്തി, അതായത് ഞാൻ എന്ന വ്യക്തി, നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ എന്റെ കുടുംബത്തിന് ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എന്റെ ചുറ്റുപാടുകൾക്ക് ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എന്റെ അയൽവാസികൾക്ക് ഞാൻ ഉപകാരപ്പെട്ടവനാണോ? അല്ല, ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണോ? ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണോ? ഞാനെന്ന നോക്കൂ, അപ്പൊ നമുക്കൊക്കെ ആലോചിക്കാം. ഞാനൊരു പിതാവാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു ജ്യേഷ്ഠനാണ്, ഞാനൊരു അനിയനാണ്, അതോടൊപ്പം ഞാനൊരു മകനാണ്, നല്ലൊരു അയൽവാസിയാണ്, നല്ലൊരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവാണ്, അല്ലേ? നമ്മളതൊക്കെയാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഈ രാജ്യത്തിനും ലോകത്തിനും എന്ത് ചെയ്തു? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഞാനൊരു തലവേദനയാണോ? ആലോചിക്കണം. ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇന്നൊരു അല്പസമയം ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ആ സ്വപ്നത്തെ പറ്റി സദസ്സിനോട് പറയാം. മഞ്ചേശ്വരത്ത് ഒരു ഹോട്ടലിൽ കയറി. ഞാൻ എന്റെ സ്വപ്നമാണ്, യാഥാർത്ഥ്യമല്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കിടന്നപ്പോഴാവാം അങ്ങനെ ഒരു സ്വപ്നം. അവിടെ കയറി വളരെ ചെറിയ എന്തോ ഒരു ഭക്ഷണം കഴിച്ചു. ഞാൻ ചോദിച്ചു, എത്രയാ ബില്ല്? അയാൾ പറഞ്ഞു 1000 രൂപയാണ്. ഇന്ന് ഞാൻ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കണ്ട സ്വപ്നമാണ്. 1000 രൂപയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരാൻ എനിക്ക് മനസ്സില്ല. 1000 രൂപ തരാൻ എനിക്ക് മനസ്സില്ല, ബില്ലിട്ട് തരണം, ന്യായമായ ബില്ല് തരണം. എന്തുകൊണ്ട് 1000 രൂപയായി? ഒരു സ്വപ്നമാണ് ഞാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പൈസ കൊടുക്കാതെ. അപ്പൊ അവര് പോലീസിനെ വിളിച്ചു. പോലീസുകാർ വന്നു. അപ്പൊ ഞാൻ കുറച്ച് ദൂരെ നിൽക്കുകയാണ്. അപ്പൊ എന്നിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി വന്നു. സാധാരണ കള്ളന്മാര് പോലീസുകാരെ കണ്ട അങ്ങോട്ട് ഓടുക ചെയ്യാം. ഞാൻ പോലീസുകാരന്റെ നേരെ ഓടുകയാണ്. അപ്പൊ പോലീസുകാരനും ബേജാറായി. പോലീസുകാരൻ എന്റെ നേരെ ഓടുന്നു, ഞാൻ പോലീസുകാരന്റെ അടുത്തേക്ക് ഓടുന്നു. പോലീസുകാരൻ അത്ഭുതപ്പെട്ടു.
അപ്പൊ പോലീസുകാരൻ ചോദിച്ചു, നീ എന്താ എന്റെ അടുത്തേക്ക് ഓടിയത്? ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ നിയമപാലകനല്ലേ, ഞാൻ നീതി നിഷേധിക്കപ്പെട്ട ആളാണ്, എനിക്കങ്ങ് നീതി വാങ്ങിത്തരണം. അദ്ദേഹം വന്നത് അവർക്ക് വേണ്ടി വാദിക്കാനാണ്, നീതി നിഷേധിക്കപ്പെട്ട എനിക്ക് വേണ്ടി. ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി വാദിച്ചു. ഇവിടെ ഞാൻ ഈ സ്വപ്നം, നീ യാദൃശികമായി മതം മനുഷ്യ നന്മക്ക് എന്ന വിഷയം അവതരിപ്പിക്കുക കണ്ട ഒരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിൽ വലിയൊരു ആശയമുണ്ട്. അതെന്താ? പോലീസുകാരൻ കള്ളനിലേക്ക് ഓടിച്ചെല്ലുകയാണ് പതിവ്, കള്ളൻ തിരിച്ചോടാറില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിലേക്ക് ഓടിയതിൽ എന്റെ മനസ്സിന്റെ ധാർമ്മികമായ ഒരു തേട്ടമുണ്ട്. തെറ്റ് ചെയ്യാത്ത ഒരാളും ഒരാളെയും പേടിക്കേണ്ടതില്ല, തെറ്റ് ചെയ്തവൻ ആരെയും പേടിക്കണം. ഏതൊരു നിസാരനായ ഇന്ത്യൻ പൗരനെ പോലും തെറ്റ് ചെയ്തവൻ പേടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ കയറി നിൽക്കാൻ നീതിപാലകനായ ഏതൊരു പൗരനും അവകാശമുള്ള രാജ്യത്തിന്റെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളെ, തെറ്റ് ചെയ്യാത്തവരായി അന്തസ്സുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരു കോടതിയുടെയും പട്ടാളത്തിന്റെ മുമ്പിൽ ശിരസ് കുനിക്കേണ്ടി വരാത്തൊരവസ്ഥ ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നിർഭയത്വത്തിന്റേതായ ഒരു ലോകം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലികതയിൽ ഊട്ടിയുറപ്പിച്ചൊരാദർശമാണ്. മാറാട് കലാപങ്ങൾ നടന്നിട്ട് അതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്ന ഒരു സമിതിയുടെ യോഗം നടന്നു ഇന്നലെ. സുമാറയിക്കൂടെ പ്രോഗ്രാം കഴിഞ്ഞ ഉദ്ഘാടനം. അതിൽ അദ്ദേഹം പറഞ്ഞു, കുറ്റവാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടും, അത് ഇന്ത്യൻ നിയമമാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അത് ഇന്ത്യയുടെ നിയമമാണ്. എന്നാൽ ഒറ്റ നിരപരാധിയും ശിക്ഷിക്കപ്പെട്ടുകൂടാ. ജാതിയും മതവും നോക്കിയല്ല കുറ്റവും ശിക്ഷയും തീരുമാനിക്കും, പാർട്ടിയുടെ നിറം നോക്കിയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നാദാപുരത്ത് ഒരു വീട്ടിൽ കയറി ഒരു സ്ത്രീയെയും ഒരു കുഞ്ഞിനെയും മാനഭംഗപ്പെടുത്തി എന്ന് പരാതി വന്നു. അങ്ങനെ പരാതി വന്ന ഘട്ടത്തിൽ അന്ന് ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ സിമന്റഡ് പ്രൂഫ്, സോളിഡ് എവിഡൻസ് എന്ന നിലയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ കുറ്റവാളികൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന നായകന്മാരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട അംഗങ്ങളായതുകൊണ്ട് അവർ നടപടികൾ എടുത്തില്ല. അതുകൊണ്ട് ആ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാർ നിയമത്തെ കയ്യിലെടുത്തു. അവരൊരു വ്യക്തിയെ വധിച്ചു, വിനു എന്ന് പറയുന്ന മനുഷ്യൻ. അവിടെ സംഭവിച്ചത് എന്താ? കുറ്റവാളികൾ ആരായാലും മുഖം നോക്കാതെ ശിക്ഷിക്കുക എന്ന ഇന്ത്യ എന്നും കാത്തു സൂക്ഷിച്ചു പോകുന്ന നിയമത്തെ സ്വപാർട്ടിക്കാരൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ മൂടിവെച്ച ഭരണാധികാരികൾ ജീവിച്ചതുകൊണ്ട്